പഞ്ചഭൂതങ്ങളെ ഉച്ചാടനം ചെയ്യണം. സ്നേഹിതരെ, ഏവർക്കും MDNS മീഡിയയിലേക്ക് സ്വാഗതം. സിറോ മലബാർ സഭയിൽ പഞ്ചഭൂതങ്ങൾ തലപൊക്കിയിരിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭൂതോച്ചാടന പ്രാർത്ഥന എന്നൊരു ശൈലിയുണ്ട്. ഇത് വെറുതെ ആരും പറഞ്ഞതോ കണ്ടുപിടിച്ചതോ അല്ല, മറിച്ച് ഈശോ മിശിഹാ തൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അവിടെ 14-ാമത്തെ വചനം പറയുന്നത്, തന്നോടുകൂടി ആയിരിക്കുന്നതിനും തനിക്ക് വേണ്ടി പ്രസംഗിക്കാൻ അയക്കുന്നതിനും തൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേര് നൽകി. അപ്പോൾ ഈ ഭൂതോച്ചാടന പ്രക്രിയ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു സഹായകമായി ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. ഇപ്പോൾ സിറോ മലബാർ സഭയിൽ ഇതാ പഞ്ചഭൂതങ്ങൾ തലപൊക്കിയിരിക്കുന്നു. അതിൽ 3 പേര് സാധാരണ പാവപ്പെട്ട മനുഷ്യരാണെങ്കിലും 2 പേർ ഉഗ്രമായ വിഷമുള്ള വർഗമാണ്. അവരുടെ വ്യക്തിപരമായ പ്രത്യേകതകളെ നാം വിശകലനം ചെയ്യേണ്ടതുണ്ട്. മെത്രാൻ തിരഞ്ഞെടുപ്പ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ നിർദ്ദേശത്താൽ പ്രാർത്ഥനാപൂർവ്വം സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എല്ലാ സമയത്തും അത് സംഭവിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഈശോ മിശിഹായ്ക്ക് പോലും അർത്ഥം പറ്റിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. യൂദാസ് കടന്നുകൂടി. എന്നാൽ ഈ അപ്പസ്തോലന്മാർ തമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആര് ഇടത്തിരിക്കും, ആര് വലത്തിരിക്കും, ഈ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിനഡിലും ഇത്തരം അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. യോഗ്യതയുള്ള ധാരാളം മെത്രാന്മാർ സഭയിലുണ്ട്. ബഹുഭൂരിപക്ഷം അങ്ങനെയുള്ളവർ തന്നെയാണ്. എന്നാൽ ചില മാനേജ്മെൻറ്റ് കോട്ടകൾ, റിസർവേഷൻ കോട്ടകൾ, NRE കോട്ടകൾ, ഇങ്ങനെയുള്ള ചിലതൊക്കെ അനധികൃതമായി അയോഗ്യരെങ്കിലും തെറ്റായ മാർഗത്തിലൂടെ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. അവർ എക്കാലത്തും സഭയ്ക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയിട്ടുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 പേരാണ് ഇപ്പോൾ നമുക്ക് കണ്ട കോടാലിയായി മാറിയിരിക്കുന്നത്. ഒരാൾ വിദേശ രാജ്യത്ത്, അവർ 2 പേരും NRE കോട്ടയിൽ വന്നവരാണ്. ഡിപ്ലോമാറ്റിക് പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നവർ. അങ്ങനെയുള്ള ഒരു വ്യക്തി ആ കാര്യത്തിൽ പരാജയമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വത്തിക്കാൻ തന്നെ പറഞ്ഞ് വിട്ടതാണ് ഇങ്ങോട്ട്. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് മെത്രാപ്പൊലിത്ത പദവി കിട്ടി. മറ്റാരുമല്ല, സാക്ഷാൽ ഭരണിയാണ്. വന്നപാടെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻപിൽ ഡൽഹി ആർച്ച് ബിഷപ്പ് എന്നാണ് എഴുതി വെച്ചത്. പക്ഷേ ഒരു ഷെവലിയാർ അതിനെതിരെ പരാതി കൊടുത്തതിൻ്റെ പേരിൽ പിന്നീട് അത് മാറ്റി ഫരീദാബാദ് ബിഷപ്പ് എന്ന് തിരുത്തുകയുണ്ടായി. മെത്രാപ്പോലിത്തൻ പദവി ഉണ്ടായിരുന്നെങ്കിലും അധികാരം കൈയാളുന്നത് ഒരു രൂപതയിലായതുകൊണ്ട് അവിടെ ആർച്ച് ബിഷപ്പ് എന്ന് എഴുതാനാവില്ല. ആർച്ച് ബിഷപ്പ് പദവിയുണ്ട്, പക്ഷേ രൂപതയുടെ അധിപൻ എന്നുള്ള നിലയ്ക്ക് രൂപതാധ്യക്ഷൻ മാത്രമാണ്, അതിരൂപതാധ്യക്ഷനല്ല. മാത്രവുമല്ല, ഡൽഹി അതിരൂപത ലത്തീൻ സഭയുടെ കീഴിലുള്ളതായതുകൊണ്ടാണ് ഷെവലിയാർ പരാതി കൊടുത്തതും ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയത്. ഈ മനുഷ്യൻ്റെ പ്രത്യേകത, മര്യാദയ്ക്കൊന്ന് കുരിശ് വരയ്ക്കാൻ പോലും അറിയില്ല. ഇത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഏതിന് പട്ടം കൊടുക്കുന്നത് പോലും ക്രിക്കറ്റ് ബോൾ എറിയുന്നത് പോലെയാണ്. അതിന് അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാസഗേഹത്തിൻ്റെ മുകളിലുള്ള ഫ്ലാറ്റിൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റർ താമസിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം, ആ സ്വാധീനമായിരിക്കാം അദ്ദേഹത്തെ അങ്ങനെ നയിച്ചത്. അദ്ദേഹവും മറ്റൊരു NRE ആയ, വേണ്ടി വന്നാൽ ദരിദ്ര രാജ്യങ്ങളെ വിലയ്ക്ക് മേടിക്കാൻ പോലും ശേഷിയുള്ള മറ്റൊരാളെ കാനഡയിൽ നിന്ന് ഇവിടെ വന്നു. വ്യാപാര നൈപുണ്യമുള്ള ഈ മനുഷ്യൻ്റെ ധനസമ്പാദന സാധ്യതകളെക്കുറിച്ച് നമുക്കൊന്നും ഭാവനയിൽ കാണാൻ പോലും പറ്റുകയില്ല. വേണ്ടി വന്നാൽ സന്യാസിനി സമൂഹത്തെ പോലും വില കൊടുത്തു വാങ്ങാൻ അദ്ദേഹത്തിന് പറ്റും. ഈ 2 പേരുടെ നേതൃത്വത്തിൽ വേറൊരു 3 പേര്. അതിലൊരുവനാകട്ടെ മൂപ്പിളമ തർക്കത്തിൽ യസാവിന് പാൽപായസം കൊടുത്ത് ജ്യേഷ്ഠസ്ഥാനം മേടിച്ചെടുത്ത യാക്കോബിനെ പോലെ
ഇതാ മെത്രാനായി വന്നയാളാണ്. അതിൻ്റെ പേരിലാണ് സകല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആളൊരു പാവമാണ്. ഇനി അടുത്തത് റിസർവേഷൻ കോട്ടയിൽ വന്നതാണ്. അതായത് സന്യാസ സമൂഹത്തിൻ്റെ റിസർവേഷൻ. അദ്ദേഹം ഗുജറാത്തിലാണ്. ഇനി ഒരു ദോഷത്തിനുമില്ലാതെ ആരെങ്ങോട്ട് പറഞ്ഞാലും അങ്ങോട്ടും പിന്നോട്ടും ചാഞ്ചാടുന്ന വേറൊരു പാവം മനുഷ്യനുണ്ട് എറണാകുളത്തു നിന്ന് പോയതാണ്. അദ്ദേഹത്തെ പേടിപ്പിച്ചായിരിക്കാം ഈ പഞ്ചഭൂതങ്ങളുടെ നിവേദനത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. എന്താ കാരണമെന്നറിയാവോ? ഫരീദാബാദിലെ മെത്രാൻ അദ്ദേഹത്തെ അവിടുത്തെ ഓഫീസിൽ നിർത്താറില്ല. തൻ്റെ ആവശ്യം ഇവിടില്ല. അതുകൊണ്ട് പഞ്ചാബിൽ പോയി താമസിച്ചു. അവിടെ കൂളർ പോലും ഇല്ലാത്തൊരു ഇരുണ്ട മുറിയിൽ ഒറ്റയ്ക്ക് താമസമാണ്. അദ്ദേഹത്തെ പേടിപ്പിച്ചായിരിക്കും ഒപ്പിടിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. എന്തായാലും ഈ പഞ്ചഭൂതങ്ങൾ ചേർന്ന് പരിശുദ്ധ സിംഹാസനത്തെ വെല്ലുവിളിച്ചിരിക്കുന്നു. അത് അക്ഷന്തവ്യമായ ഒരു തെറ്റാണ്. അതിലാ 3 പേരെ വെറുതെ വിട്ടാൽ പോലും, കാരണം അതുങ്ങൾ ഗതികേടിന് വന്ന് പെട്ടുപോയതാണ്. 2 എണ്ണം ഉഗ്ര വിഷമുള്ളതാണ്, ഭരണിയും യന്ത്രവും. ഈ 2 എണ്ണത്തിനെതിരെ കർശനമായ നടപടി സ്വീകരിച്ചേ പറ്റൂ. മറ്റുള്ളവരോടൊരു മാപ്പപേക്ഷ മേടിച്ചിട്ട് വെറുതെ വിടാം. ഇതുങ്ങൾ 2 എണ്ണം ഈ സഭയിൽ ഉള്ളിടത്തോളം കാലം ഈ സഭ സമാധാനപൂർവ്വമായി മുന്നോട്ട് പോകില്ല എന്ന കാര്യത്തിൽ വിശ്വാസികൾക്ക് തർക്കമില്ല. അതുകൊണ്ട് അടിയന്തരമായി ഇവരെ ഭൂതോച്ചാടനം നടത്തി പുറത്തിറങ്ങും. വെറുമൊരു ബഹിഷ്കരണ പ്രാർത്ഥന കൊണ്ട് തീരുന്ന കേസല്ല ഇത്. ഭൂതോച്ചാടന പ്രാർത്ഥന മെത്രാൻ മാത്രമോ അല്ലാൽ മെത്രാന്റെ അധികാരപത്രം സിദ്ധിച്ച ഏതെങ്കിലും ഒരു പുരോഹിതനോ മാത്രം, ഒരു ധ്യാനഗുരു ഹല്ലേലൂയ വെച്ചാലൊന്നും ഇത് പോവില്ല. അത് കർശനമായ നിയന്ത്രണത്തോടെ പ്രാർത്ഥിച്ച് സഭയുടെ അധികാരത്തോടെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഈ 2 ഭൂതഗണങ്ങളെ ഉച്ചാടനം ചെയ്ത് പുറത്താക്കി സഭയെ ശുദ്ധീകരിക്കണമേ എന്ന് സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനോട് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം ഇത് ചെയ്യുന്നില്ലെങ്കിൽ പരിശുദ്ധ പിതാവ് നേരിട്ട് ഈ കാര്യത്തിൽ ഇടപെടും. പ്രത്യേകിച്ചും ഭരണിയുടെ കാര്യത്തിലാണെങ്കിൽ പുറത്താക്കാനുള്ള എല്ലാ തെളിവും അദ്ദേഹം തന്നെ തന്നിട്ടുണ്ട്, ഒപ്പിട്ട് കൊടുത്തു. അതായത് അപ്പസ്തോലിക കൂട്ടായ്മയുടെ വിശ്വാസ്യതയും വിശ്വസ്തതയും നഷ്ടപ്പെടുത്തുമാണ് രഹസ്യാത്മകമായി ചെയ്യേണ്ട കാര്യങ്ങൾ പരസ്യമായി പ്രസ്താവിച്ചതിലൂടെ അച്ചടക്ക ലംഘനവും അവിശ്വസ്തതയും പ്രഖ്യാപിച്ചു അദ്ദേഹം. മാത്രമല്ല വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം മനോരമയിൽ അദ്ദേഹത്തിൻ്റെതായൊരു പ്രസ്താവന കണ്ടു. ആ ഒറ്റ കാരണം കൊണ്ട് ഇദ്ദേഹത്തെ അടിച്ച് പുറത്താക്കിയേ പറ്റൂ. അങ്ങനെ സഭയെ ദയവായി വിശദീകരിക്കണമേ എന്ന് വിനയപുരസരം അപേക്ഷിച്ചുകൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.